ഹായ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഫിഷ് റെസിപ്പിയാണ്, സ്റ്റഫ്ഡ് സീബ്രീം. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമുള്ള റെസിപ്പിയാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് അതിൻ്റെ മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വേഗം ഒന്ന് നോക്കാം. 5-6 പച്ചമുളക്, റെഡ് ചില്ലിയാണ്. പിന്നെ ലീവ്സ് ആയിട്ട് എടുക്കാനുള്ളത് റോസ്മേരി ലീഫ് 1 തണ്ട്, 2 നാരങ്ങ, ഇഞ്ചി, ചെറിയ ബേബി ടൊമാറ്റോസ് ആണിത്. വലിയ ടൊമാറ്റോ ആണെങ്കിൽ അത് ഒരെണ്ണം എടുത്താൽ മതി. പിന്നെ ഇത് പാഴ്സ്ലി ലീവ്സ് ആണ്. ഈ പാഴ്സ്ലി ലീവ്സോ അല്ലെങ്കിൽ റോസ്മേരി ലീഫോ നമ്മുടെ അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മിൻറ്റ് ലീഫ് ഉപയോഗിക്കാം ഇതിന് പകരം. പിന്നെ ഞാനിവിടെ ഒരു ഫുള്ള് സീബ്രീം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാനുള്ള എന്താ വെച്ചാൽ, ആദ്യം നമുക്ക് ഒരു നാരങ്ങയുടെ തൊലി ചീകിയെടുക്കാം. നമ്മൾ പച്ചമുളക്, റെഡ് ചില്ലി, ഇഞ്ചി, നാരങ്ങയുടെ തൊലി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും സാധനങ്ങൾ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ചതച്ചെടുക്കാൻ പോവാണ്. മീൻ നല്ലോണം മസാല പിടിക്കാൻ വേണ്ടി ഞാനൊന്ന് വരഞ്ഞു വെക്കുകയാണ്. ഞാനിപ്പോൾ മീനിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി തൂളി കൊടുക്കുകയാണ്. ഇത് നമ്മൾ പച്ചമുളക് ചതച്ചതാണ്, ചുമന്ന മുളക് ചതച്ചത്, നാരങ്ങയുടെ തൊലി ചതച്ചത്. ആദ്യം നമുക്ക് ഈ ചുമന്ന മുളക് ചതച്ചത് മീനിൻ്റെ അകത്തേക്ക് സ്റ്റഫ് ചെയ്ത് വെക്കാം. മുളക് ചതച്ചതിൻ്റെ കൂടെ ഞാൻ ഓൾറെഡി 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളും അതുപോലെ ചെയ്താൽ മതി. നമുക്ക് മീനിൻ്റെ പുറത്തേക്ക് ഈ പച്ചമുളക് ചതച്ചത് തേച്ച് കൊടുക്കാം. ഈ മരഞ്ഞതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഈ മുളക് ചതച്ചത് വെച്ച് കൊടുക്കുക. നമ്മൾ കുറച്ച് പാഴ്സ്ലി ലീവ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതും നമ്മൾ അകത്തും പുറത്തുമായിട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് മെസ്സി ആയിരിക്കും, സാരില്ല. പിന്നെ നമ്മൾ ചതച്ച് വെച്ച നാരങ്ങയുടെ തൊലി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു നാരങ്ങ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത് സ്റ്റഫ് ചെയ്ത് വയ്ക്കുകയാണ്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് റോസ്മേരി ലീവ്സ് എടുക്കുക. ഇതെന്നിട്ട് വെറുതെ മീനിൻ്റെ അകത്തേക്ക് സ്റ്റഫ് ചെയ്ത് വെക്കുകയാണ്. ഇത് നമ്മളൊരു 5 മിനിറ്റ് ഇതുപോലെ വെക്കുക. നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സൂഡ് എടുത്ത് വയ്ക്കാം. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഗ്രില്ല് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാനാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് സീബ്രീം ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.